യഹസ്കേൽ അധ്യായം 14. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ മുമ്പിലിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്രാ, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകുമോ? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രേരണമല്ലേ ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹത്തിൽ തൻ്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചു തൻ്റെ അകൃത്യഹേതു തൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കൽ വരുന്ന ഏവനോടും, യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരം നൽകും. അവരെല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങളിൽ നിന്ന് എന്നെ വിട്ടകന്നിരിക്കുന്നുവല്ലോ. ആകയാൽ നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രേരണമല്ലേ ചെയ്യുന്നു. നിങ്ങൾ അനുദപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിപ്പിൻ. നിങ്ങളുടെ സകലം മ്ലേച്ഛ വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളുടെ മുഖം തിരിപ്പിൻ. ഇസ്രായേൽ ഗൃഹത്തിലും ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലും എന്നെ വിട്ടകന്ന് തൻ്റെ വിഗ്രഹങ്ങളുടെ ഹൃദയത്തിൽ സ്മരിച്ചും തൻ്റെ അകൃത്യഹേതു മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കൽ അരുളപ്പാട് ചോദിക്കാൻ വരുന്ന ഏവനോട്, യഹോവയായി ഞാൻ തന്നെ ഉത്തരമല്ലോ. ഞാൻ ആ മനുഷ്യൻ്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരടയാളവും പഴഞ്ചൊല്ലുമാക്കും. ഞാൻ അവനെ എൻ്റെ ജനത്തിന് നടുവിൽ നിന്ന് ചോദിച്ചു കളയും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ടിട്ട് ഒരു വാക്ക് പ്രസ്താവിച്ചാൽ, യഹോവയായി ഞാൻ ആ പ്രവാചകനെ വശീകരിച്ചിരിക്കുന്നു. ഞാൻ അവൻ്റെ നേരെ കൈ നീട്ടി അവനെ ഇസ്രായേൽ ഗൃഹത്തിൽ നിന്ന് ചോദിച്ചു കളയും, സംഹരിച്ചു കളയും. ഇസ്രായേൽ ഗൃഹം ഇനിമേൽ എന്നെ വിട്ട് തെറ്റിപ്പോവുകയും സകലവിധ ലംഘനങ്ങളും കൊണ്ട് അശുദ്ധരായി തീരുകയും ചെയ്യാതെ അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കേണ്ടതിന് അവർ തങ്ങളുടെ അകൃത്യം വഹിക്കും. ചോദിക്കുന്നവൻ്റെ അകൃത്യവും പ്രവാചകൻ്റെ അകൃത്യവും ഒരുപോലെ ആയിരിക്കും എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിന് നേരെ കൈ നീട്ടി അപ്പം എന്ന കോലടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ മൃഗങ്ങളെ ദേശത്ത് വരുത്തുകയും ആ മൃഗങ്ങളെ പേടിച്ച് ആരും വഴി പോകാതെ വണ്ണം അവ അതിനെ നിർജ്ജനമാക്കിയിട്ട് അത് ശൂന്യമാക്കുകയും ചെയ്താൽ ആ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ദേശമോ ശൂന്യമായി പോകുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിൽ വാൾ വരുത്തി വാളെ എന്നീ ദേശത്തൂടി കടക്കുക എന്ന് കൽപ്പിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും അതിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞാൽ ആ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തെ മഹാമാരി അയച്ച് അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളവാൻ തക്കവണ്ണം എൻ്റെ ക്രോധം രക്തരൂപേണെ അതിന്മേൽ പകർന്ന നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയായ കർത്താവ് പ്രകാരം ചെയ്യുന്നു. ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ? എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കും. അവർ പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കണ്ട് ഞാൻ യെരൂശലേമിന് വരുത്തിയ അനർത്ഥവും അതിന് വരുത്തിയ സകലവും ചൊല്ലി ആശ്വാസം പ്രാപിക്കും. നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കാണുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും. ഞാൻ അതിൽ ചെയ്തിരിക്കുന്നതൊക്കെയും വെറുതെയല്ല ചെയ്തത് എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്.